നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തീപിടുത്തത്തെ തുടർന്നുള്ള അപകട വാർത്തകൾ കേൾക്കുന്നത് പ്രവാസികൾക്കെന്നും ഭയമാണ്. ഇതിന് ആക്കം കൂട്ടുന്നതായിരുന്നു ഒരാഴ്ച മുമ്പ് ദുബായിൽ മലയാളി ദമ്പതികളുടെ മരണത്തിന് ഇടയാക്കിയ തീപിടുത്തം. ഇതിന് പിന്നാലെയാണ് നിരവധി ആളുകൾ എത്തുന്ന UAE-യിലെ തന്നെ ഷോപ്പിംഗ് സെന്ററിൽ വൻ തീപിടുത്തം ഉണ്ടായതായുള്ള വാർത്ത പുറത്തുവന്നത്. റാസൽ ഖൈമയിൽ തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു ഈ സംഭവം. സിവിൽ ഡിഫൻസ് സംഘം മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. എന്നാൽ അപകടത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ് വിവരം. ദഹാൻ ഫൈസൽ സ്ട്രീറ്റിൽ പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ് മാർക്കറ്റിലാണ് തീപിടുത്തമുണ്ടായത്. അൽ ദഗ്ദഗ, അൽ ജാസിറ, അൽ ഹംറ, അൽ റിഫ സ്റ്റേഷനുകളിൽ നിന്ന് 3 ഫയർഫോഴ്സ് ടീമുകൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തതായി റാസൽ ഖൈമ സിവിൽ ഡിഫൻസ് വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അബ്ദുള്ള അൽ സഅബി പറഞ്ഞു. റാസൽ ഖൈമ സിവിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ആക്ടിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ കേണൽ ഹമദ് സൽമീന്റെ നേതൃത്വത്തിലുള്ള സംഘം 4 മിനിറ്റിനുള്ളിൽ സംഭവസ്ഥലത്ത് എത്തി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയത്. അതേസമയം തീപിടുത്തത്തിന്റെ തീവ്രത കണക്കിലെടുത്ത മുഹമ്മദ് ബിൻ സലീം റോഡിൽ നിന്ന് പോലീസ് ഗതാഗതം തിരിച്ചുവിട്ടിരുന്നു. ഈ ഭാഗത്ത് ട്രാഫിക് വഴി തിരിച്ചുവിട്ടതായി റാക് പോലീസ് രാത്രി 10 മണിയോടെ തന്നെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. പകരമുള്ള മറ്റു റോഡുകളിൽ കൂടി വാഹനങ്ങൾ ഓടിക്കാൻ പോലീസ് അറിയിപ്പ് നൽകുകയായിരുന്നു. മുഹമ്മദ് ബിൻ സാലേം റോഡ് പതിവായി ഉപയോഗിക്കുന്നവർ മറ്റു വഴികൾ ഉപയോഗിക്കണമെന്നായിരുന്നു അറിയിപ്പ്. സുരക്ഷാ കാരണങ്ങളാലാണ് ഈ നടപടിയെന്നും വ്യക്തമാക്കിയിരുന്നു. വളരെ അകലേക്ക് വരെ തീയും പുകയും കാണാമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. തീപിടുത്തത്തിന്റെ കാരണങ്ങൾ ഇതുവരെ അറിവായിട്ടില്ലെന്നും സ്ഥലം പരിശോധിക്കാനായി കൈമാറിയതായും അൽ സഅബി അറിയിച്ചു. തീപിടുത്തത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയുണ്ടായി. അതേസമയം ദുബായിലെ ഏറ്റവും തിരക്കേറിയ മാർക്കറ്റായ നൈഫിലെ ഫ്രിഡ്ജ് മുറാർ ഏരിയയിലെ ബിൽഡിംഗിലുണ്ടായ തീപിടുത്തത്തിൽ 4 ഇന്ത്യക്കാരും 10 പാകിസ്ഥാൻ സ്വദേശികളും 2 ആഫ്രിക്കൻ സ്വദേശികളുമാണ് മരിച്ചത്. ദേറ നൈഫ് ഫ്രിഡ്ജ് മുറാറിലെ മലയാളികളടക്കം താമസിക്കുന്ന കെട്ടിടത്തിലാണ് വൻ അഗ്നിബാധ ഉണ്ടായത്. മലപ്പുറം വേങ്ങര സ്വദേശി കാളങ്ങാടൻ റിജേഷ് 37 വയസ്സ്, ഭാര്യ ജിഷി 32 വയസ്സ് എന്നിവരാണ് മരിച്ച മലയാളികൾ. മുകളിലത്തെ ഫ്ളാറ്റിലാണ് ആദ്യം തീ പിടിച്ചത്. അടുത്ത മുറിയിലുണ്ടായ തീപിടുത്തത്തിൽ പുക റിജേഷിന്റെ മുറിയിലേക്ക് പടരുകയായിരുന്നു. പുക ശ്വസിച്ചാണ് ഇവരുടെ മരണം. കെട്ടിട സുരക്ഷാ ആവശ്യകതകൾ പാലിക്കാത്തതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇരുവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.